നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ അതിരുകളില്ലാത്ത വിസ്തൃതിയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന മനുഷ്യന് എന്നും കൗതുകമുണർത്തുന്ന ഒന്നാണ് സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ. ഭൂമിയോട് സാദൃശ്യമുള്ള ഗ്രഹങ്ങളെ കണ്ടെത്താനുള്ള ശാസ്ത്രലോകത്തിൻ്റെ തീവ്ര ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുകയാണ് നാസയുടെ അത്യാധുനിക ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്. ഭൂമിയിൽ നിന്നും ഏകദേശം 330 പ്രകാശവർഷം അകലെയുള്ള TOI 199b എന്ന അപൂർവ വാതക ഭീമൻ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷ ഘടനയെക്കുറിച്ചുള്ള വിപ്ലവകരമായ വിവരങ്ങളാണ് ജെയിംസ് വെബ് ദൂരദർശിനി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വ്യാഴഗ്രഹത്തിൻ്റെ അത്ര തന്നെ വലിപ്പമുള്ളതും എന്നാൽ താപനിലയിൽ ഭൂമിയോട് ഏറെ അടുത്തു നിൽക്കുന്നതുമായ ഈ പുതിയ ഗ്രഹം ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും ആകർഷകവുമായ ഒന്നായി മാറിയിരിക്കുകയാണ്. ജിജ്ഞാസ ഉണർത്തുന്ന ഈ പുതിയ കണ്ടെത്തൽ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ പരിണാമത്തെക്കുറിച്ചും അവയുടെ അന്തരീക്ഷം രൂപപ്പെടുന്നതിനെക്കുറിച്ചുമുള്ള നിലവിലെ ശാസ്ത്രീയ നിഗമനങ്ങൾക്ക് പുതിയൊരു ദിശാബോധം നൽകുന്നു. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെപ്പോലെ ഒരു വാതക ഭീമനാണ് TOI 199b. എങ്കിലും ഇതിൻ്റെ താപനില ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ്. മാതൃനക്ഷത്രത്തെ ഒരു തവണ വലം വയ്ക്കാൻ 100 ദിവസങ്ങളെടുക്കുന്ന ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷ താപനില ഏകദേശം 175 ഡിഗ്രി ഫാരൻഹീറ്റ്, ഏകദേശം 80 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് എന്നതാണ് കണക്കാക്കിയിരിക്കുന്നത്. മനുഷ്യജീവന് ഇത് അത്യന്തം ചൂടേറിയതാണ് എങ്കിലും സൗരയൂഥത്തിന് പുറത്തുള്ള മറ്റ് വാതകഭീമൻ ഗ്രഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ മിതമായ താപനിലയാണ്. നമ്മുടെ സൗരയൂഥത്തിലെ വ്യാഴവും ശനിയും കടുത്ത തണുപ്പിൽ തണുത്തുറഞ്ഞു കിടക്കുമ്പോൾ മറ്റ് നക്ഷത്രയൂഥങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള ഭൂരിഭാഗം വാതക ഗ്രഹങ്ങളും തങ്ങളുടെ മാതൃനക്ഷത്രത്തോട് വളരെ അടുത്ത് കിടക്കുന്നത് കൊണ്ടാണ് ആയിരക്കണക്കിന് ഡിഗ്രി ചൂടിൽ തിളച്ചു മറിയുന്നത്. എന്നാൽ ഈ രണ്ട് അവസ്ഥകൾക്ക് മധ്യേയുള്ള ഒരു അപൂർവ സമതുലിതാവസ്ഥയിലാണ് TOI 199b സ്ഥിതി ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള മിതമായ താപനിലയിലുള്ള വിരലിൽ എണ്ണാവുന്ന ഗ്രഹങ്ങൾ മാത്രമേ ഇതുവരെ കണ്ടെത്താനായിട്ടുള്ളൂ എന്നത് ഈ ദൗത്യത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാണ്. പെൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെയും നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെയും ശാസ്ത്രജ്ഞർ നേതൃത്വം നൽകിയ ഈ പഠന റിപ്പോർട്ട് പ്രശസ്തമായ ദി ആസ്ട്രോണമിക്കൽ ജേർണലിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷം പഠിക്കുവാൻ ശാസ്ത്രജ്ഞർ ട്രാൻസ്മിഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത്. TOI 199b അതിൻ്റെ മാതൃനക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ അരിച്ചു വരുന്നു. അന്തരീക്ഷത്തിലുള്ള വിവിധ തരം വാതകങ്ങൾ പ്രകാശത്തിൻ്റെ പ്രത്യേക തരംഗദൈർഘ്യങ്ങളെ ആഗിരണം ചെയ്യുന്നതിലൂടെയാണ് അവിടെയുള്ള വാതകങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നത്. ഈ നിരീക്ഷണത്തിലൂടെ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ശക്തമായ അളവിൽ മീഥേൻ വാതകത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുവാൻ ജെയിംസ് വെബിന് സാധിച്ചു. മിതമായ താപനിലയിലുള്ള വാതക ഭീമന്മാരിൽ മീഥേൻ ഉണ്ടാകുമെന്ന ശാസ്ത്ര മാതൃകകൾ പണ്ടേ പ്രവചിച്ചിരുന്നു എങ്കിലും ഇത് കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇതിനു പുറമെ അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ നേരിയ സാന്നിധ്യവും അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. TOI 199bയുടെ അന്തരീക്ഷം പഠിക്കുക എന്നത് ശാസ്ത്രജ്ഞർക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. സാധാരണയായി ചൂടേറിയ വലിയ ഗ്രഹങ്ങൾ മാതൃനക്ഷത്രത്തിൽ ചുറ്റാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ എടുക്കാറുള്ളൂ. എങ്കിൽ ഈ ഗ്രഹത്തിൻ്റെ സംക്രമണം 7 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു. കൃത്യമായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിനായി ഈ സംക്രമണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മാതൃനക്ഷത്രത്തിൻ്റെ അടിസ്ഥാന പ്രകാശ വ്യതിയാനങ്ങൾ അളക്കാനായി ജെയിംസ് വെബ് ദൂരദർശിനി 20 മണിക്കൂറിലധികം സമയമാണ് ചിലവഴിച്ചത്. മിതമായ താപനിലയിലുള്ള ഒരു ഭീമൻ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തെ ഇത്രയും വിശദമായി പഠിക്കുന്നത് ശാസ്ത്രചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ്. ദശാബ്ദങ്ങളായി ശാസ്ത്രജ്ഞർ രൂപപ്പെടുത്തിയ ഗ്രഹരസതന്ത്രത്തെയും പരിണാമ സിദ്ധാന്തങ്ങളെ ശരിവെക്കുന്നതാണ് ജെയിംസ് വെബ് നൽകിയ ഈ പുതിയ വിവരങ്ങൾ. ഈ പുതിയ കണ്ടെത്തൽ കേവലം ഒരു വിദൂര ഗ്രഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിൽ ഒതുങ്ങുന്നില്ല. പ്രപഞ്ചത്തിലെ വിവിധ നക്ഷത്രയൂഥങ്ങളിൽ ഗ്രഹങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നും അവയുടെ അന്തരീക്ഷം കാലക്രമത്തിൽ എങ്ങനെ പരിണമിക്കുന്നു എന്നും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടർ മാതൃക നിർമ്മിക്കുവാൻ ഈ വിവരങ്ങൾ സഹായിക്കും. ഇത് വിദൂര ലോകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ മാത്രമല്ല, നമ്മുടെ സ്വന്തം ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഘടനയെയും അതിൻ്റെ ഭൂതകാലത്തെയും കൂടുതൽ ആഴത്തിൽ പഠിക്കാനും ശാസ്ത്രജ്ഞരെ പ്രാപ്തരാക്കും. TOI 199b എന്നത് മനുഷ്യന് ജീവിക്കാൻ അനുയോജ്യമായൊരു ഭൂമി അല്ല എങ്കിലും അതിലെ അതിശയിപ്പിക്കുന്ന താപനിലയും സങ്കീർണമായ അന്തരീക്ഷ ഘടനയും പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ഒരു പുതിയ വിപ്ലവത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ TV.